ഹലോ വെൽക്കം ബാക്ക് റോട്ടോ ടോക്സ്. ഇന്നലെ രാജസ്ഥാനും ഗുജറാത്തും തമ്മിലൊരു ഗംഭീര മത്സരം. അതിൽ 217 എന്ന നല്ലൊരു സ്കോർ എടുത്തു GT. പക്ഷെ അത് നമ്മുടെ രാജസ്ഥാൻ സഞ്ജുവിൻ്റെ ടീമിന് എത്താൻ പറ്റിയില്ല. വെറും 159 എന്ന ചെറിയ സ്കോർ മാത്രമാണ് സഞ്ജുവിൻ്റെ ടീമിന് എടുക്കാൻ പറ്റിയത്. എങ്ങനെയായിരുന്നു സഞ്ജുവിൻ്റെ ഒരു നല്ലൊരു കളി കാണാമെന്ന് വിചാരിച്ചു തുടങ്ങി, എന്നാലും സഞ്ജു ഔട്ടായി. സത്യം പറഞ്ഞാൽ ഈ ഓപ്ഷനിൽ അവർ ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരങ്ങളിൽ ഒന്നായിരുന്നു, അല്ലെങ്കിൽ റീടെൻഷനിൽ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു ജോസ് ബട്ട്ലറെ പോലത്തെ ഒരു ഗ്യാരണ്ടീഡ് ബാറ്റ്സ്മാനെ വിട്ടുകളഞ്ഞത്. അപ്പൊ അതിന്റെ ഒരു കുറവ് തന്നെയാണ് അവരുടെ ബാറ്റിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ തന്നെ ആരും കാര്യമുള്ള പിന്തുണ നൽകിയിട്ടില്ല. ഇപ്പൊ സഞ്ജു ഒരു 30 മുകളിൽ റൺസ് അടിക്കുന്നു, അല്ലെങ്കിൽ ഹെറ്റ്മയർ 40 മുകളിൽ റൺസ് അടിക്കുന്നു. അല്ലാതെ ആ ഒരു സ്കോറ് ചേസ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു ഇന്നിങ്സോ പാർട്ട്ണർഷിപ്സോ ഒന്നും ആ ടീമിൽ നിന്ന് ബാക്കി ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു സംഘക്കാറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഗ്രേറ്റ് സ്ക്വാഡിനെ, രാജസ്ഥാന്റെ ഒരു ഗ്രേറ്റ് സ്ക്വാഡിനെ ദ്രാവിഡിന് കൈ കിട്ടിയപ്പോൾ അതാകെ നശിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇപ്പൊ സഞ്ജു സാംസൺ എന്ന് പറയുന്ന പ്ലെയർ, അല്ലെങ്കിൽ ഹെറ്റ്മയർ എന്ന് പറയുന്ന പ്ലെയർ, ഇവർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഓവർ പ്രഷർ ആവുകയാണ് ബാക്കി പ്ലേയേഴ്സിന്റെ ഭാഗത്ത്. അപ്പൊ ബാക്കി പ്ലേയേഴ്സ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ നിതീഷ് റാണ, ശുഭം ദൂബെ, അല്ലെങ്കിൽ റിയാൻ പരാഗ്, ജയ്സ്വാള്, അതുപോലെ ഇത്തരത്തിലുള്ള പ്ലേയേഴ്സിന് ഇവര് കൺസിസ്റ്റൻസി വളരെ കുറവാണ്. ഇപ്പൊ ജയ്സ്വാൾ പോലും ഒരു ബെറ്റർ കൺസിസ്റ്റൻസിയിൽ കളിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു വലിയ സ്കോർ ചേസ് ചെയ്യുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് വിക്കറ്റ്സ് പോകുമ്പോൾ തന്നെ ആ ടീം പ്രഷർ ആവുകയാണ്, സഞ്ജുവിന്റെ ഇന്നിങ്സ് സ്ലോ ഡൗൺ ആവുകയാണ്. അപ്പൊ എന്നാലും അത് തന്നെയാണ് നമ്മൾ കണ്ടത്. രാജസ്ഥാൻ ഒരു 159 എന്ന് പറയുന്ന സ്കോറിൽ അവർ ഓൾ ഔട്ട് ആവുന്ന ഒരു കാഴ്ച. അപ്പോൾ മലയാളി സഞ്ജു ഫാൻസിന്, അല്ലെങ്കിൽ ബാക്കി രാജസ്ഥാൻ ആരാധകർക്ക് ഇന്നലെ ഒട്ടും സാറ്റിസ്ഫൈ ആയാലും മനസ്സിലാകത്തില്ല. എന്തായാലും ഈ ഒരു സ്ക്വാഡിൽ ഞാൻ അത്ര വിശ്വാസം അർപ്പിക്കുന്നില്ല. ഇനിയിപ്പോ ഇൻഡിവിജ്വൽ പെർഫോമൻസിന്റെ ബേസിൽ ഇനിയിപ്പോ സഞ്ജു ഒറ്റയ്ക്ക് ക്യാരി ചെയ്തുകൊണ്ട് പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ വിജയിക്കാം. എന്തായാലും ആർച്ചർ ഫോമിലോട്ട് എത്തിയിട്ടുണ്ട്. ആർച്ചർ വളരെ ബെറ്റർ ആയിട്ട് പന്തെറിയുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട്. അത് രാജസ്ഥാൻ ആശ്വാസമാണ്. ഇനിവേ ഈ ഒരു ബാറ്റിംഗ് ഇത് അത്ര, അതായത് എല്ലാവരും ടാലന്റഡ് ആയിട്ട് ബാറ്റ്സ്മാൻമാരാണ്, എപ്പോ വേണമെങ്കിൽ ഫോം ആവാം. എല്ലാവരും വന്നുകൊണ്ട് അടിക്കാനുള്ള പ്ലാനിൽ തന്നെ അടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ വിക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സഞ്ജു കുറച്ചുകൂടി നിൽക്കുമെന്ന് വിചാരിച്ചു നമ്മൾ. അത് കളി കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആവുമെന്ന് പ്രതീക്ഷിച്ച സമയത്ത് സഞ്ജു ഔട്ടായി. പിന്നെ മേയറാണ് ഒന്ന് പൊരുതിയതെന്ന് പറയാനുള്ള ഒരാൾ. അതെ, കാരണം അപ്പുറത്ത് വിക്കറ്റുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് അങ്ങനെ ഒരു മിഡിൽ ഓർഡറിലാണ് അവരൊരു പ്രശ്നം. അതായത് ഹെറ്റ്മയർ അല്ലാതെ വേറൊരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ ജുറലായാൽ പോലും നമുക്ക് അങ്ങനെ ഒരു ലോങ് ഇന്നിങ്സ് കളിക്കുന്ന ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ അല്ല. അപ്പോൾ എല്ലാ മത്സരങ്ങളും നമുക്കതിനെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് ഒരു പ്രശ്നം ആ ടീമിന്റെ തോന്നിയേക്കണം എനിക്ക്. നിതീഷ് റാണയൊക്കെ ഭയങ്കര ഇൻകൺസിസ്റ്റന്റ് ആണ്. അപ്പോൾ കൊൽക്കത്തയിലുള്ളപ്പോഴാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു കളി ഒരു 10-80 റൺസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കളികൾ അദ്ദേഹം സിംഗിൾ ഡിജിറ്റിലൊക്കെ ഔട്ടാവും, പിന്നെ വീണ്ടും ഒരു 80 റൺസ് അടിക്കും. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഭയങ്കര ഇൻകൺസിസ്റ്റന്റ് ആണ്. ഇപ്പോൾ ചെന്നൈക്കെതിരെ ഒരു 80 റൺസ് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ വീണ്ടും ഏതെങ്കിലും ടീമിനെതിരെ അടിക്കുമായിരിക്കും 1-2 മത്സരം കഴിഞ്ഞ. അപ്പോ എന്തായാലും നമ്മുടെ ഗുജറാത്തിന്റെ ബാറ്റിങ്ങും അതുപോലെ ബോളിംഗ് എടുത്ത് തന്നെ പറയണം. ഗുജറാത്താണ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തത്. അപ്പൊ നമ്മളും അവരെയും ബാറ്റിങ്ങിനെ പറഞ്ഞാൽ അവരുടെ ഒരു ടോപ്പ് 3, അല്ലെങ്കിൽ ആ ഒരു ടോപ്പ് 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ടീമാണ് ബാറ്റിങ്ങിൽ എന്ന് പറഞ്ഞു. പക്ഷെ ആ ടോപ്പ് 3യുടെ കൺസിസ്റ്റൻസി നമ്മൾ എടുത്ത് പറയണം. അതിൽ എസ്പെഷ്യലി സായ് സുദർശൻ ഏറ്റവും വേഗത്തിൽ 1000 റൺസ് അടിച്ച പട്ടികയിൽ, അല്ലെങ്കിൽ ആദ്യം 30 IPL ഇന്നിങ്സ് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത പട്ടികയിലൊക്കെ സാക്ഷാൽ ഷോൺ മാർഷിന് പിന്നിൽ 2ാം സ്ഥാനത്താണ് സായ് സുദർശൻ. പോരാത്തതിന് കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് IPL അദ്ദേഹം കാണിക്കുന്ന ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. 2023 IPL ഫൈനലിൽ പോലും ആ ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ യാതൊരു എത്ര പ്രഷർ സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അതിൻ്റെതായിട്ടുള്ളൊരു പ്രശ്നം അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിൽ ഇല്ല. അപ്പം ഭയങ്കര വലിയ ഹിറ്റർ അല്ല, എന്നാൽ ഒരു സ്ലോ ആയിട്ട് ഇന്നിങ്സ് കൊണ്ടുപോകുന്ന ഒരാളും അല്ല. അപ്പൊ സായ് സുദർശൻ വളരെ വലിയൊരു അസറ്റാണ് ഗുജറാത്തിന്റെ ബാറ്റിങ്ങിൽ. അദ്ദേഹത്തിന്റെ ആ ഒരു കൺസിസ്റ്റൻസി, ആ ഒരു ഫോം തന്നെയാണ് ആ ടീമിന്റെ ഏറ്റവും വലിയൊരു നട്ടല് എന്ന് വേണമെങ്കിൽ പറയാം ബാറ്റിങ്ങിൽ. ഇന്നലെ തന്നെ ഗില്ല് ചെറിയ സ്കോറിൽ പുറത്താവുന്നു, പക്ഷെ അതൊട്ടും തന്നെ ബാധിക്കാതെ ഒരു 10-80 റൺസിന് മുകളിൽ അടിച്ചിട്ട് ഏറ്റവും ടീമിന് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു ബാറ്ററുടെ ഭാഗത്ത് തന്നെ ആ ഒരു ലെവൽ പെർഫോമൻസ് വരുമ്പോൾ ഇപ്പോൾ ബാക്കി ഇപ്പൊ ഷാറൂഖ് ഖാൻ ആയാലും തെവാത്തി ആയാലും റഷീദ് ഖാൻ ആണെങ്കിലും ഇവർക്കൊക്കെ ഒരു 10-50 റൺസ് ഇവരെല്ലാവരും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്താൽ തന്നെ വലിയൊരു സ്കോറിലോട്ട് എത്തുകയാണ്. അപ്പോൾ പിന്നെ ബോളിങ്ങിലോട്ട് വരുമ്പോൾ എടുത്തു പറയേണ്ട കുറേ പേരുകളുണ്ട്. അതിൽ സിറാജ് ആയാലും പ്രസീദ് കൃഷ്ണ ആയാലും. സിറാജ് ഈ ഒരു തീക്കനൽ ഫോമിലാണ് ഈ ഒരു IPL സീസൺ. അദ്ദേഹം RCBയിൽ പോലും ഇത്രയും ഫോമിൽ കളിച്ചിട്ടില്ല. അപ്പൊ അത്രയും ഒരു വലിയ ഫോമിൽ സിറാജ്, അതിൽ പ്രസീദ് കൃഷ്ണ, അദ്ദേഹത്തിന്റെ ഒരു ചേഞ്ച്, അല്ലെങ്കിൽ ബോളിങ്ങിൽ അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു മാറ്റം, അത് അദ്ദേഹത്തിന് എക്കണോമിയിൽ നല്ല രീതിയിൽ കാണാനുണ്ട്. ഈ ഒരു ഭയങ്കരമായിട്ട് എക്കണോമിക്കലായിട്ട് ഈ ഒരു IPL സീസൺ മുഴുവൻ അദ്ദേഹം പന്തെറിയുന്നുണ്ട് ഇതുവരെ. അതുപോലെ സായ് കിഷോർ ആയാലും അതുപോലെ റഷീദ് ഖാൻ ആയാലും ബോളിങ്ങിൽ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും പേടിക്കാനില്ല. അപ്പൊ ബാറ്റിങ്ങിലുള്ള ആ ഒരു ടോപ്പ് 3യുടെ കൺസിസ്റ്റൻസി,
ബോളിങ്ങിൽ അധികം റൺസ് വിട്ടു കൊടുക്കാതെ വിക്കറ്റ്സ് കറക്റ്റ് ആയിട്ട് എടുക്കുന്നു. ഇപ്പൊ ഇന്നലെ പോലും അർഷാദ് ഖാൻ എന്ന് പറയുന്ന ഒരു ബോളർ, അദ്ദേഹം വളരെ നന്നായിട്ട് പന്തെറിഞ്ഞു, നല്ല രീതിയിൽ സ്വിങ് ചെയ്യിക്കുന്നുണ്ടായിരുന്നു പന്ത്. അപ്പോൾ ജയ്സ്വാളിന്റെ വിക്കറ്റ് തുടക്കത്തിൽ തന്നെ എടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ ടോട്ടലി ടീം പെർഫോമൻസ് വളരെ നല്ല രീതിക്ക് വരുന്നുണ്ട് ഗുജറാത്തിന്റെ ഭാഗത്ത് നിന്ന്. അപ്പൊ എന്തായാലും ഗുജറാത്ത് ഇപ്പോൾ നമ്മൾ അവരുടെ ഡെബ്യൂട്ട് സീസൺ കണ്ടതാണ്. ഡെബ്യൂട്ട് സീസണിൽ തന്നെ കപ്പെടുത്ത ടീമാണ്. വലിയ അധികം സൂപ്പർ സ്റ്റാർസോ ഹാർഡ് ഹിറ്റേഴ്സോ അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു വലിയ ടീമായിട്ട് വന്നതല്ല. സ്റ്റിൽ അവര് ടീം വർക്കിന്റെ ഒരു എഫേർട്ടിന്റെ പുറത്ത് കപ്പെടുത്ത ടീമാണ്. അപ്പോൾ ഈ സീസണിലും അത് ആവർത്തിക്കാനുള്ള ഒരു ടീം അവരുണ്ട്. എന്തായാലും അവര് നൈസായിട്ട് അവര് കളിച്ച് പോകുന്നുണ്ട് അങ്ങനെ. ഒരു ടോപ്പ് ഫോറിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗുജറാത്തിന്റെ ഒരു പെർഫോമൻസ് എന്തായാലും നമുക്ക് നോക്കി കാണാവുന്നതാണ്. കാരണം നല്ല ഫീൽഡിങ്, നല്ല ബാറ്റിങ്, നല്ല ബോളിങ്, അതായത് അധികം സൂപ്പർ സ്റ്റാർസിനൊന്നും വാങ്ങി കൂട്ടിയിട്ടുമില്ല. ബാലൻസ്ഡ് ആയിട്ട് കളിച്ചു പോകുന്നു, ടീം വർക്കിൽ കളിച്ചു പോകുന്നു. അതുപോലെ ഇപ്പൊ ഈ അൺകാപ്ഡ് പ്ലേയേഴ്സ് ഉണ്ട്, അവരെ യൂസ് ചെയ്യുന്ന രീതി, ഇപ്പൊ സായി കിഷോർ ആയാലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്ലേയേഴ്സിനെ യൂസ് ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ട്. അവർക്ക് കൂടുതൽ ചാൻസ് കൊടുത്ത് അവരെ ബെറ്റർ പെർഫോമൻസ് മേടിക്കുന്ന അതൊക്കെ വളരെ നല്ലൊരു അപ്രോച്ചാണ് ഗുജറാത്തിന്റെ ഭാഗത്ത് നിന്ന്. ഇപ്പൊ ഈ ടീം വർക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ശരിക്കും സഞ്ജു ഒറ്റയ്ക്കായി രാജസ്ഥാനിൽ. ഇപ്പോ സഞ്ജു ബാറ്റിങ്ങിൽ ഒറ്റയ്ക്കാവുന്ന ഒരു ഇത് നമുക്ക് കാണാനുണ്ട്. കാരണം ആദ്യത്തെ 1-2 മത്സരങ്ങൾ അദ്ദേഹം ഇമ്പാക്റ്റ് ആയിരുന്നു. അപ്പോൾ സഞ്ജു ഒറ്റയ്ക്ക് ക്യാരി ചെയ്തുകൊണ്ടൊരു സിറ്റുവേഷൻ സത്യം പറഞ്ഞാൽ ടീമിന് ഇപ്പോൾ വരുന്നുണ്ട്. കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞു, ജോസ് ബട്ട്ലറെ പോലത്തെ ഒരു ബാറ്റർ ആ ടീമിനില്ല. അപ്പൊ ആ സ്ഥാനത്തോട്ട് മറ്റൊരു ബാറ്ററെ കൊണ്ടുവന്നിട്ടില്ല. നിതീഷ് റാണ അല്ലെങ്കിൽ ശുഭം ദൂബെ, റിയാൻ പരാഗ്, ഇത്തരത്തിലുള്ള മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരൊക്കെ ഭയങ്കര ഇൻകൺസിസ്റ്റന്റ് ആണ്. സോ സ്വാഭാവികമായിട്ടും ടോപ്പ് ഓർഡർ കളിക്കുന്ന സഞ്ജു ഭയങ്കരമായിട്ട് പ്രഷർ അനുഭവിക്കേണ്ട ആവശ്യം, ആ ഒരു ഇത് വരുവാണ്, പ്രഷർ വരുവാണ് സഞ്ജുവിന്. HSC ജയ്സ്വാൾ അദ്ദേഹം ഫോമിലോട്ട് എത്തിയിട്ടില്ല, കൺസിസ്റ്റൻസി കാണിക്കുന്നില്ല. തീർച്ചയായിട്ടും ഒരു സഞ്ജു, നമുക്കറിയാം കുറെ കാലം സഞ്ജു ഒറ്റയ്ക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് രാജസ്ഥാൻ. അപ്പോൾ സഞ്ജുവിന് അത്തരത്തിലുള്ള ഒരു അധികമായിട്ടൊരു പ്രഷർ വരുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സ്വതസിദ്ധമായ ഒരു ഹിറ്റിംഗ് ആ ഒരു രീതിയിൽ നിന്ന് മാറി കുറച്ചുകൂടിയും ടൈം എടുത്ത് ഇന്നിങ്സ് ബിൽഡ് ചെയ്യുന്ന ഒരു രീതി നമുക്ക് കാണാനുണ്ട് കഴിഞ്ഞ 1-2 കളികളായിട്ട്. അപ്പൊ നമ്മുടെ മലയാളിയുടെ സ്വന്തം സഞ്ജുവിന്റെ ടീം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ IPL മത്സരങ്ങൾ അങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.